everyone. മലയാളം മീഡിയ ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികളുടെ കൺമുന്നിൽ വളർന്ന താരമായി മാറിയ ഒരു അഭിനേത്രിയാണ് നസ്രിയ നസീം. ഒരു കാലത്ത് തമിഴിലും മലയാളത്തിലും സജീവമായി സിനിമ ചെയ്തിരുന്ന നസ്രിയ വിവാഹശേഷം അല്പം സെലക്റ്റീവാണ്. അത്രത്തോളം വിശ്വാസമുള്ള കഥകൾ കേൾക്കുമ്പോൾ മാത്രമാണ് സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് പോലും. ബാലതാരമായി അരങ്ങേറിയ നസ്രിയ നായികയായപ്പോഴും ആരാധകരുടെ ഹൃദയം കവർന്നത് കുട്ടിത്തം നിറഞ്ഞ സംസാരവും പ്രവൃത്തികളും കൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയ സിനിമയായ സൂക്ഷ്മദർശിനിയുടെ പ്രമോഷന്റെ ഭാഗമായി നായകൻ ബേസിലിനൊപ്പം നസ്രിയ നൽകിയ അഭിമുഖങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ വിമർശനമാണ് ലഭിക്കുന്നത്. ആവശ്യമുള്ള ഇടത്തും ഇല്ലാത്തയിടത്തും ക്യൂട്ട്നെസ് വാരിയെറിഞ്ഞ നസ്രിയ അഭിമുഖങ്ങൾ വിരസത തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതാക്കി മാറ്റിയെന്നാണ് കമന്റുകളേറെയും. നസ്രിയയ്ക്കൊപ്പം എത്തിയതിന്റെ പേരിൽ ബേസിലിനും വിമർശനമാണ് ലഭിക്കുന്നത്. അതേസമയം ആദ്യമായാണ് പ്രമോഷൻ പരിപാടികളിലെ തഗ്ഗിന്റെയും കൗണ്ടറുകളുടെയും പേരിൽ ബേസിലിന് ഇത്രയും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഇപ്പോഴിതാ ബേസിൽ നസ്രിയ അഭിമുഖങ്ങളെ കുറിച്ച് ബിഗ് ബോസ് താരവും റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട യൂട്യൂബറുമായ സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. നസ്രിയ അൺസഹിക്കബിൾ ആയിരുന്നുവെന്നും പലപ്പോഴും അഭിമുഖങ്ങളിലും നസ്രിയ ആർട്ടിഫിഷ്യലായി തോന്നിയെന്നും അതിനാടകീയതയുണ്ടായിരുന്നുവെന്നും സായി കൃഷ്ണ പറയുന്നു. എവിടെ തുറന്നാലും നസ്രിയയും ബേസിലും തമ്മിലുള്ള ക്യൂട്ട്നെസ് കോംബോയാണ്. ക്യൂട്ട്നെസ് എന്നല്ല, ക്യൂട്ട്നെസ് എന്നാണ് ഇപ്പോൾ ആളുകൾ ഇവരുടെ ഇന്റർവ്യൂസ് കണ്ട് പറയുന്നത്. കാരണം ഇതിൽ ഇവർ രണ്ടുപേരും തഗ്ഗും ക്യൂട്ട്നെസ്സും ക്രിഞ്ചും എല്ലാം പിടിക്കാൻ നോക്കി. സൂക്ഷ്മദർശിനി സിനിമയുമായി ബന്ധപ്പെട്ട എലമെന്റ്സ് കേൾക്കാമല്ലോ എന്ന് കരുതിയാണ് ഇന്റർവ്യൂ കണ്ടത്. ബേസിൽ ഒരു ലൈൻ പിടിച്ചു പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നസ്രിയ അൺസഹിക്കബിൾ ആയിരുന്നു. കുറച്ച് ഓവർ നസ്രിയാക്കി ചളമാക്കി മാറ്റി. ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പും ബോണ്ടും എല്ലാം ഉണ്ട്. പക്ഷേ പ്രമോഷനായി അഭിമുഖത്തിൽ വന്നിരുന്ന് ക്രിഞ്ച് അടുപ്പിക്കാൻ വേണ്ടിയിട്ട എലമെന്റുകളാണ് നാട്ടുകാർക്ക് ബോറിംഗ് ആയി തോന്നിയത്. ടോവിനോയും ധ്യാനിനുമൊപ്പം ഇന്റർവ്യൂവിന് വന്നപ്പോഴും കിട്ടാതിരുന്ന ഹേറ്റേഴ്സ് ആണ് ബേസിലിന് നസ്രിയയ്ക്കൊപ്പം വന്നപ്പോൾ കിട്ടിയിരിക്കുന്നത്. നസ്രിയ എല്ലാ അഭിമുഖത്തിലും ഫുൾ ഓൺ ആയിരുന്നു. കേറിയങ്ങ് അടിക്കുകയാണ്. വേണ്ടിയിരുന്നില്ലെന്ന് ചില സമയത്ത് ബേസിലിന്റെ മുഖത്ത് തന്നെയുണ്ട്. എന്നാൽ ഇതൊക്കെ നസ്രിയോട് പറയണമെന്നുണ്ടെങ്കിലും ഇന്റർവ്യൂ എന്നതുകൊണ്ട് ബേസിൽ മനസ്സിൽ തന്നെ വെക്കുകയാണെന്ന് മനസ്സിലാകും. ഫ്രണ്ട്സ് വൈബിലാണ് നസ്രിയ പറയുന്നതെങ്കിലും പലപ്പോഴും പ്രേക്ഷകർക്ക് അവരുടെ സംസാരം വിചിത്രമായാണ് തോന്നിയത്. ഒപ്പം വന്ന് മറ്റുള്ളവരോട് ചോദ്യം ചോദിച്ചാലും നസ്രിയയാണ് ഉത്തരം നൽകുന്നതും. ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ലൈൻ ഉണ്ട്. അത് പലപ്പോഴും നസ്രിയ പാലിക്കാത്തതുപോലെ ഫീൽ ചെയ്തു. നസ്രിയയ്ക്ക് കിട്ടിയ എക്സ്ട്രാ കെയറും റെസ്പെക്റ്റും നസ്രിയ മുതലാക്കി. പണ്ടൊക്കെ ഒരു പാകത്തിൽ സംസാരിച്ചിരുന്ന ആളായിരുന്നു ഈ നസ്രിയ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലെന്നും ജാടയില്ലെന്ന് കാണിക്കാനാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയില്ല. പലപ്പോഴും അഭിമുഖങ്ങളിൽ നസ്രിയ ആർട്ടിഫിഷ്യലായി തോന്നിയെന്നും സായി കൃഷ്ണ പറയുന്നു. അതുപോലെ തന്നെ പൊതുവെ ബേസിലിനെ ക്രിഞ്ച് തോന്നാറില്ല. എന്നാൽ നസ്രിയയ്ക്കൊപ്പം വന്നപ്പോൾ ബേസിൽ പോലും ക്രിഞ്ച് അടുപ്പിച്ചു. പലയിടത്തും മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യാൻ നസ്രിയ ശ്രമിക്കുന്നുമുണ്ട്. ബേസിലിനെ പലയിടത്തും ഇല്ലാതാക്കി കളഞ്ഞു. ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ അവർ ഡ്രാമാറ്റിക് ആയി തോന്നിയെന്നും സായി കൃഷ്ണ പറയുന്നു. അതേസമയം ബേസിൽ നസ്രിയ കോംബോയിലെത്തുന്ന ആദ്യത്തെ സിനിമയാണ് സൂക്ഷ്മദർശിനി.